ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ രുചികരമായ ഒരു നാടൻ ചാറ് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനം മതിയാവും കേട്ടോ. എണ്ണയും വേണം, കുറച്ച് പുളിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ച് ഇത് താളിക്കാനും അരയ്ക്കാനും എല്ലാം കൂടിയിട്ടായി മുളക് എടുത്തേക്കുന്നത്. ഇതുപോലെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി, ഇത് താളിപ്പിനൊക്കെ കൂടിയുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ 1 സ്പൂൺ മല്ലി ഏകദേശം എടുത്തിട്ടുണ്ട്, കുറച്ച് കറി ലീഫ്, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കുറച്ച് പുളി, ഒരു ചെറിയ ഇത്രയും പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്ന് വരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം, നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം. അതുപോലെ ഒന്ന് വറുത്തെടുക്കുക. 2 പീസ് ഇഞ്ചി ഞാൻ എടുത്ത് വെച്ചിരുന്നു, ആ 2 പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്, അതും ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആട്ടോ. ഇതിന് വേറെ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇത് ഇഞ്ചി തീയൽ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചി കറിയല്ല, ഇത് ഇഞ്ചി തീയൽ. നമ്മൾ ഒരല്പം മാത്രമേ ഇഞ്ചി ചേർക്കുന്നുള്ളൂ. ഇതൊരു ചാറ് കറിയാണ് കേട്ടോ. വളരെ രുചിയെന്ന് പറഞ്ഞാൽ വളരെ രുചിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചുനാൾ തൊട്ട് കഴിച്ച് തുടങ്ങിയത് ഞാൻ സ്ഥിരം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് കറി ലീഫും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം എടുത്താൽ മതിയാവും മഞ്ഞൾപ്പൊടി, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള എരിവും പുളിയൊക്കെ ഉള്ളൊരു നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കറി ചില സമയത്തൊക്കെ ഇങ്ങനെ കറിക്ക് വേറെ പച്ചക്കറി ഒന്നും ഇല്ല എന്നുള്ള സമയത്തിലൊക്കെ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ തേങ്ങ എല്ലാം വറുത്തതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജാറ് കഴുകിയ വെള്ളവും ഒഴിച്ച് നമുക്ക് എത്ര മാത്രം ഈ കറിക്ക് ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് പുളിയും കൂടെ വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഈ പുളിക്ക് ഭയങ്കരമായിട്ട് തോടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റായിട്ട് കുതിർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കറി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ നല്ലൊരു നാടൻ റെസിപ്പിയായത്. നാടൻ കറി എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കഴിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ സ്ഥിരം ഞങ്ങൾ വീട്ടിൽ ഞാൻ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനത്തെ ഒരു റെസിപ്പി തയ്യാറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റ്. ഇത് 2-3 ദിവസം ഇരുന്നാലും ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതി, ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് കറി ഒന്ന് വാങ്ങി വെച്ചതിന് ശേഷം ഇനി ഇതിനൊരു താളിപ്പും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കാം.
അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് നമുക്ക് താളിപ്പ് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇത്രയും വേണ്ടെന്നുള്ളവർക്ക് നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഇതിന് ഇച്ചിരി എണ്ണ കൂടെ ഒഴിക്കുമ്പോഴാണ് നമ്മൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതിയാവും കഴിക്കാൻ. ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 3-4 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫ് വേണം, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകും വേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി ലീഫും മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു ബ്രൗൺ കളറിലായി വരണം. അതുവരെ നമുക്ക് തീ കുറച്ച് വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കണ്ട നല്ലപോലെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മതിയാക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമായിട്ടോ. നമ്മളിതിൽ ചേർക്കുന്ന പറയാം ആകെ 2 പീസ് ഇഞ്ചിയാണ് ചേർക്കുന്നത്. പിന്നെ തേങ്ങ നിങ്ങൾ കണ്ടല്ലോ സാധനം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി താളിപ്പൊഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് എടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാടൻ ഇഞ്ചി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു തീയൽ പോലെ ഒരു ഒഴിച്ചു കറിയാണ്, ഒരു ചാറ് കറി. ഞാൻ തീയലെന്ന് പറയുന്നത് ഇവിടെ മക്കൾ ഞങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.